ശ്രീ പന്ന്യൻ രവീന്ദ്രനെ ഒരു നല്ല ഫുട്ബോൾ പ്ലെയറും ഫുട്ബോൾ ആരാധകനും കമൻറ്റേറ്ററും ഒക്കെയാണ്. അപ്പോൾ ഉഷാറാണ്. ഒരു ക്ഷീണമോത്തുണ്ടോ? ഇല്ല, അത് ഇങ്ങനെ ചൂടിന്റെ അലച്ചല്ല, അത് വേറെയൊന്നുമില്ല. വേറെ മനസ്സിനൊരു ക്ഷീണമില്ല, മനസ്സിന് കൂടുതൽ ഊർജ്ജം വന്നിരിക്കുന്നു. പിന്നെ ഈ എത്ര കാലമായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്? നമ്മുടെ ഈ 40 വർഷത്തിലധികമായി ഇതേ ഹാളിലാണ് താമസിക്കുന്നത് അല്ലേ? അല്ല, ഇവിടെയാ താമസിക്കുന്നത്. നേരത്തെ പാർട്ടി ആഫീസ് ഒരു മുറിയിലായിരുന്നു. പാർട്ടി ആഫീസ് ഇപ്പോൾ റിനോവേഷന്റെ ഭാഗമായിട്ട് ഇപ്പം ചില ഏർപ്പാട് നടക്കല്ല, അതുകൊണ്ട് പിന്നെ അഭയമില്ല. ഇത്രയും കാലമായിട്ട് ഒരു കുഞ്ഞു മുറിയുള്ള ഒരു ഫ്ലാറ്റെങ്കിലും സ്വന്തമാക്കിക്കൂടായിരുന്നു? അതെങ്ങനെയാവുന്ന അരുൺജിക്ക് എന്നെ കുറിച്ച് അറിയാലോ. കൂടൂല. അല്ല, കൂടൂല എന്ന് അത് പലരും സഹായിക്കാറുണ്ട്. ആ സഹായം എനിക്ക് വേണ്ട. അതൊക്കെ ചരടുള്ള സഹായമായതുകൊണ്ട് അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മള് തമ്മിലാകുമ്പോ ഒരു തമ്മിലുള്ളൊരു ബന്ധം പോലല്ല അത് പലരും. ഞാനൊരു ലീഡർ എന്ന രീതിയിലോ പാർട്ടി നേതാവെന്ന രീതിയിലോ ആളുകളെ സഹായിക്കാൻ വേണ്ടി വരുമായിരിക്കും. ആ സഹായത്തിന് പിന്നിൽ പല ആലോചനയും കാണും. അതിനൊന്നും എനിക്ക് സഹായങ്ങൾ എന്ത് വന്നാലും ഈ ഗാട്ടും കാണാച്ചലും എന്നൊരു പുസ്തകം ഉള്ളതുപോലെ ഏത് സഹായം വന്നാലും അതിനകത്തൊരു ചരട് കാണും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും പാർട്ടി ഓഫീസ്, പാർട്ടിയുടെ ഹാള്, ഇതൊക്കെ മതി. ഒരു മനുഷ്യന് കടന്നുറങ്ങാൻ അതൊക്കെ മതി. മനസ്സ് സമാധാനം ഉണ്ടെങ്കിൽ. മനസ്സാണ്. അപ്പൊ ഈ മൈക്കൊന്ന് പിടിച്ചാൽ ഞാൻ താഴോട്ട് ഇറങ്ങാം. മനസ്സ് സമാധാനം ശുദ്ധമാണെങ്കിൽ നമുക്ക് വേറെ. ഞങ്ങളുടെ ഈ കുതിരയുടെ പേര് ജാക്കി എന്നാണ്. ഞങ്ങൾ 20 മണ്ഡലങ്ങളിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കുകയാണ്. 20 ദിവസമായി ഞങ്ങൾ കേരളം മുഴുവൻ. നോക്കൂ ജാക്കിയെ ഞങ്ങൾ പറയുന്നതേ, നമ്മൾ സാധാരണ 20 വർഷമായി അതെ ഈ ലോക്സഭ അല്ല ഫുട്ബോൾ മത്സരം നടക്കുമ്പോഴേ നീരാളിയുടെ കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞു, അതായത് പ്രവചനം നടത്തിയ നീരാളി. അതേപോലെ ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ചെല്ലുമ്പം ജാക്കി ഏത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയുന്നത് ആദ്യം നമ്മൾ നോക്കും. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിയപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിന് പ്രവചന സാധ്യതയാ. അപ്പോൾ ഞാനൊന്ന് താഴേക്ക് ഇറങ്ങാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ചൊരു ചായ കുടിയാണോ? വളരെ വളരെ സന്തോഷം. അലി ദോ ചായ്. നിങ്ങൾക്കെല്ലാം ചായ വേണ്ടേ എല്ലാവർക്കും? ഇവിടെ ഞാൻ സ്ഥിരം ചായ. ഈ അലി എന്ന് പറയുന്ന ബംഗാളുകാരനാണ്, കൽക്കത്തക്കാരൻ. അവനും ഞാനും ഹിന്ദിയും മലയാളമായിട്ട് തമ്മിൽ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോവാ. രാവിലെ വന്നാൽ ഇയാള് എനിക്കൊരു ലെമൺ ടീ തരും. ലെമൺ ടീ രാവിലെ. പിന്നെ അയാള് എനിക്ക് എങ്ങനെന്താ വേണ്ടെന്ന് അറിയാം. രാവിലെ ഒരു പാഴ്സൽ അദ്ദേഹം എനിക്ക് എടുത്തു തരും. ഒരു കഷ്ണം പുട്ട്. പിന്നെ കടലൊന്നും കഴിക്കില്ല. ഒരു പഴം, ഏത്തപ്പഴം എന്നിവിടെ പറയും. നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പഴം എന്ന് പറയും, അതായത് മലബാർ ഭാഗത്ത്. ഏത്തപ്പഴവും ഒരു കഷ്ണം പുട്ടും മതി. ഉച്ചവരെയുള്ള ആഹാരം അത് മതി. പുഴുങ്ങിയ ഏത്തപ്പഴം? ഇല്ല, പച്ച ഏത്തപ്പഴം.